ഹലോ ദർ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക് വെച്ചാൽ ഞാൻ വന്നിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് DIY ഫേസ് പാക്സ്. യെസ്, ഇന്ന് നമ്മൾ 3 ഡിഫറെൻറ്റ് DIY ഫേസ് പാക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ദർ വാസ് എ ടൈം വെൻ ഐ തോട്ട് ഈ പറഞ്ഞ DIY ഫേസ് പാക്ക് ഒന്നും ഒട്ടും വർക്ക് ആവില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഒക്കെ ഇത് ആക്ച്വലി വർക്ക് ആവും. പ്രത്യേകിച്ച് വലിയ പൈസ ചിലവും ഇല്ല. സോ ഒബ്വിയസ്ലി ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ് ഇഫ് യു ഓൺ എ ബഡ്ജറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നല്ല, ബട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള ഹോം റെമഡീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഐ അഷ്യൂർ യു വിൽ ലവ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദീസ് DIYs that I'm going to show you. ഞാൻ ആക്ച്വലി ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് എവിടെയെങ്കിലും കാർഡ്സിലിടാം, ജസ്റ്റ് ഇൻ കേസ് യു ഗൈസ് വാണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമുക്ക് അധികം സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 മാസ്ക്സ് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ ഇതിലൊരു ചെറിയ ട്വിസ്റ്റും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ഫേസ്, ലൈക്ക് എൻറ്റയർ ഫേസിന് വേണ്ടിയിട്ടുള്ള മാസ്ക് അല്ല, നമ്മുടെ ഫേസിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ള മാസ്കാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ലൈക്ക് ഫേസിന് വേണ്ടിയിട്ട്, പിന്നെ നോസിന് വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ഫസ്റ്റ് നമ്മളെ എൻറ്റയർ ഫേസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മളൊരു ടാൻ റിമൂവൽ മാസ്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് കടലപ്പൊടി എടുക്കുക, ഒരു പൊടിക്ക് ടേമറിക്കും ആഡ് ചെയ്യുക, കുറച്ച് ഹണിയും കൂടി ഒഴിക്കുക, പിന്നെ ലാസ്റ്റ് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇതൊരു 15 മിനിറ്റ്സ് കീപ്പ് ചെയ്തിട്ട് വാഷ് ഇറ്റ് ഓഫ്. ഒബ്വിയസ്ലി ഫസ്റ്റ് യൂസിലൊന്നും എന്തായാലും വലിയ ഡിഫറൻസ് കാണാൻ പറ്റില്ല. വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് ഇതൊരു വീക്ക്ലി ട്വൈസ് വെച്ചിട്ട് ഒരു 1 മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ട്രസ്റ്റ് മീ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാൻ റിമൂവലിന് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനും ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കൂടാണ്ട് ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ബിക്കോസ് നിങ്ങളിതിൽ ടേമറിക് ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഹണിയും കൂടി ആഡ് ചെയ്തതുകൊണ്ട് സ്കിന്നിന് നല്ല മോയ്സ്ചറും ഇത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ഇതിൽ മിൽക്കാണ് ആഡ് ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല. ഐ ഹാവ് ഡ്രൈ സ്കിൻ. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ പ്ലീസ് യൂസ് റോസ് വാട്ടർ, അതല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതി. ബിക്കോസ് മിൽക്ക് ഇസ് ഫോർ ഡ്രൈ സ്കിൻ ആൻഡ് റോസ് വാട്ടർ ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ ഫോർ ഓയിലി സ്കിൻ പീപ്പിൾ. സോ കീപ് ദാറ്റ് ഓൾസോ ഇൻ മൈൻഡ്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മാസ്ക്. ഇനി മൂവിങ് ഓൺ, നമ്മുടെ സെക്കൻഡ് മാസ്ക് നമ്മുടെ നോസിനുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദിസ് മാസ്ക് ഇസ് ഫോർ യു. ഇതൊരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ മാസ്ക് ആണ്. മാസ്ക് അല്ല, ഇതൊരു സ്ക്രബാണ് ബേസിക്കലി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാസ്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. പക്ഷേ ഈ മാസ്ക് ഉണ്ടാക്കി യൂസ് ചെയ്തതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ ഫേസ് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്യുക. എന്നിട്ട് വേണം ഈ മാസ്ക് ഉണ്ടാക്കിയിട്ട് ഇത് യൂസ് ചെയ്യാൻ. ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്റ്റീം ചെയ്യുന്നതൊന്നും കാണിച്ചു തരാൻ പോകുന്നില്ല, ബട്ട് ഫേസ് നല്ലോണം സ്റ്റീം ചെയ്തതിന് ശേഷം വേണം ഈ മാസ്ക് ഉണ്ടാക്കാൻ. ഈ മാസ്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക, കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി വെറുതെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നല്ലോണം നോസിൽ അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് ഒക്കെ സ്ക്രബ് ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യേണ്ട. ആൻഡ് ദെൻ വാഷ് ഇറ്റ് ഓഫ്. ഇനി ഒരു കോൾഡ് വാട്ടർ വെച്ച് ഫേസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്യുക. ഇനി അഥവാ കോൾഡ് വാട്ടർ യൂസ് ചെയ്യാൻ മടിയുള്ള ഒരാളാണെങ്കിൽ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് വെച്ചാൽ നോസിൻ്റെ ഏരിയ ഒന്ന് റബ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐസ് ക്യൂബ് ഡയറക്ട്ലി ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിൻ്റെ അകത്ത് ചുറ്റി വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇത് പിന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും ഒരുപോലെ സ്യൂട്ട് ആവുന്ന റെസിപ്പീസ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഫ് യു ഹാവ് ബ്ലാക്ക് ഹെഡ്സ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ നോസിൻ്റെ റീജിയനെങ്കിലും മസ്റ്റ് ആയിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കല്ലേ. ഫൈനലി ലിപ്സിനുള്ള ഒരു DIY ആണ്. നൗ ദിസ് ഇസ് എ ലിപ് സ്ക്രബ്. ഇറ്റ്സ് വെരി വെരി ഈസി ടു മേക്ക്. ആകെ ചെയ്യേണ്ട കാര്യം, കുറച്ച് സിനമൺ പൗഡർ എടുക്കുക ഒരു ബൗളിൽ, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പൊടിക്ക് ഹണി ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഷുഗറും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷുഗർ എടുക്കുമ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ, അത് നോക്കിയെടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ഇറ്റ് ഓൺ യുവർ ലിപ്സ് ആൻഡ് ഒരു 5 മിനിറ്റ്സ് ഇത് ലിപ്സിൽ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യുക. ആൻഡ് ദെൻ വാഷ് ഇറ്റ് ഓഫ്. ഇത് നമ്മുടെ ലിപ്സിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ്, നമ്മുടെ ലിപ്സിൽ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് നമ്മുടെ ലിപ്സിന് നല്ലൊരു കളർ പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ യെസ്, ഇത് 3 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച DIY ഫേസ് മാസ്ക് ഓർ ഫേസ് സ്ക്രബ്സ്. നിങ്ങൾക്കൊരു വീക്ക്ലി എക്സ്ഫോലിയേഷൻ റുട്ടീനൊക്കെ ചെയ്യണം തോന്നുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പീസ് ആണ്. ലൈക്ക് ലിറ്ററലി ഒരു എൻറ്റയർ വീക്ക്ലി എക്സ്ഫോലിയേഷൻ റുട്ടീൻ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ. സോ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇതൊക്കെ ഹോം റെമഡീസ് ആണ്. അതുകൊണ്ട് തന്നെ ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ ഡോണ്ട് എക്സ്പെക്ട് മിറക്കിൾസ് ടു ഹാപ്പൻ. ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ പോലെ തന്നെ ഹോം റെമഡീസ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ഇറ്റ്, ബി പേഷ്യൻറ്റ് വിത്ത് ഇറ്റ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, please do a patch test before trying any of these recipes, because like എല്ലാവരുടെയും സ്കിൻ ഡിഫറെൻ്റ് ആണ്. what worked for me might not work for you, but these are all safe. okay, അതെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. but the thing is, എന്നാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിപ്പം ഹോം റെമഡീസ് ആവണമെന്നില്ല, ഈവൻ ഏതൊരു സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ
പാച്ച് ടെസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇതും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസോ ക്വയറീസോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ ദ കമന്റ് സെക്ഷൻ ബില്ലോ. സോ യെസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യത്താശിസ്.